Hello my dear students, so welcome back once again to Basil's Physics Classroom. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് KEAM 2018 പാർട്ട് നമ്പർ 1 ആയിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ we are going to see the second part of KEAM 2018. Okay, so first part കാണാത്തവരാണെങ്കിൽ go back and watch that, then come back to watch the second part. Okay, so straight away we are going on to the first question for today's sessions, and the question is on the screen. A Carnot engine whose low temperature reservoir is at 350 Kelvin has an efficiency of 50%. It is desired to increase this to 60%. If the temperature of the low temperature reservoir remains constant, then the temperature of high temperature reservoir must be increased by how many degrees? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എന്താ ഉള്ളത്? We have a Carnot engine, അല്ലേ? ഒരു Carnot engine എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ Carnot engine നമുക്കറിയാം, റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിൻ, അതിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് Eta is equal to T1 minus T2 by T1. T1 minus T2 by T1. ഇവിടെ T1 എന്ന് പറഞ്ഞാൽ സോഴ്സിന്റെ ടെമ്പറേച്ചർ ആണ്. അപ്പൊ സോഴ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ഓൾവേസ് അറ്റ് എ ഹയർ ടെമ്പറേച്ചർ. T2 എന്ന് പറയുന്നത് സിങ്കിന്റെ ടെമ്പറേച്ചർ ആണ്, which will be at a lower temperature. Okay. സോഴ്സിന്റെ ടെമ്പറേച്ചർ നമുക്ക് അറിയത്തില്ല. സിങ്കിന്റെ ടെമ്പറേച്ചർ രണ്ട് കേസിലും കോൺസ്റ്റന്റ് ആണ്. T2 is equal to 350 Kelvin. Okay. Now, first case efficiency 50% ആയിരുന്നു. സെക്കൻഡ് കേസ് ആയപ്പോൾ എഫിഷ്യൻസി എത്രയായി? 60% ആയി. അപ്പൊ ഇങ്ങനെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യണമെങ്കിൽ T1ന്റെ വാല്യൂ എത്രമാത്രം കൂട്ടണം? വാട്ട് ഇസ് ദ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ദാറ്റ് ഷുഡ് ബി occurring there എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഫസ്റ്റ് കേസ് നമുക്ക് ആദ്യം എടുക്കാം. 50%, അല്ലെ? അപ്പൊ 50% എന്ന് പറയുമ്പോൾ 50/100 is equal to T1 അറിയത്തില്ല. T1 minus T2 is 350 divided by T1. That's equation number 1 for you. Okay. The second equation is 60% എന്നാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ 60/100 which is equal to T1 dash എന്ന് എഴുതാം minus 350 divided by T1 dash. So second equation ആണിത്. 60/100 is equal to T1 dash minus 350 by T1 dash. Okay. അപ്പോ ഈ ഇക്വേഷൻ എന്ത് കണ്ടുപിടിക്കാം? T1 കണ്ടുപിടിക്കാം. ഈ ഇക്വേഷൻ കണ്ടുപിടിക്കാം. T1 ഡാഷ് കണ്ടുപിടിക്കാം. എന്നിട്ട് രണ്ടിനെയും എന്തെടുത്താൽ മതി? സബ്ട്രാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ T1 കണ്ടുപിടിക്കാം നമുക്ക്. That will be 50/100 എന്ന് പറയുമ്പോൾ 1/2 which is equal to 1 minus 350 by T1. Or you can write അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്യുമ്പോൾ 1 ഇപ്പുറത്തേക്ക് വരുമ്പോൾ that will be 1/2 which is equal to 350 by T1 എന്ന് വരും. Or T1 will be equal to 700 Kelvin. Okay. അപ്പോൾ T1 കിട്ടി. എത്ര T1? 700 Kelvin ആണ് നമ്മുടെ T1 വരുന്നത്. ഇനി T1 ഡാഷോ സിമിലർലി കണ്ടുപിടിക്കാലോ. So let's see. T1 ഡാഷ് എന്ന് പറയുമ്പോൾ 60/100 അല്ലേ? So that will be 3/5 എന്ന് എഴുതാം. Which is equal to 1 minus 350 by T1 dash. Okay. Or അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്യുമ്പോൾ 1 minus 3/5 എന്ന് പറയുമ്പോൾ 5 minus 3/5, that will be 2/5, right? So T1 dash will be equal to 350 into 5/2. Or എത്ര വരും നോക്കാം. So 350/2 എത്ര വരും? You can find it out, right? So this will be equal to ചെയ്ത് വരുമ്പോൾ you will be getting it as 875 Kelvin. Okay. So അപ്പോൾ നമുക്ക് T1 ഡാഷും കിട്ടി, T1 ഉം കിട്ടി. എന്താ വേണ്ടത്? ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ അല്ലേ വേണ്ടത്? വാട്ട് വിൽ ബി ദ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ? ഇറ്റ് വിൽ ബി T1 ഡാഷ് മൈനസ് T1. സോ ദാറ്റ് വിൽ ബി എത്ര വരും? 700 ആണ്, 875 ആണല്ലേ? 175 Kelvin should be the difference in temperature so that we can increase the percentage from 50% to 60%. Okay, is that question clear? സംശയമില്ലല്ലോ. Okay, so let's move on to the next one. A body P floats in water with half of its volume immersed. Another body Q floats in a liquid of density 3/4 the density of water with 2/3 of the volume immersed. The ratio of density of P to that of Q is. അപ്പോൾ ഇവിടെ രണ്ട് കേസസ് ആണ് പറയുന്നത്. ഒന്ന്, ഒരു P എന്നൊരു ബ്ലോക്ക് ഒരു വെള്ളത്തില് ഫ്ലോട്ട് ചെയ്യുന്നു. അപ്പൊ V/2 ആണ് ഇമേഴ്സ്ഡ്.
അടുത്തത് ക്യൂ എന്ന് പറയുന്ന ഒരു ബോഡി വേറൊരു ലിക്വിഡിലാണ് ഇമേഴ്സ്ഡ്. ലിക്വിഡിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 3/4 ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ 2/3 ഇമേഴ്സ്ഡ് ആയിരുന്നു. ഓക്കെ, അപ്പൊ ഈ ഇമേഴ്സ്ഡ് എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു ഷോർട്ട് ഇക്വേഷൻ ഇതാണ്. അപ്പൊ നമ്മളൊരു വെള്ളമുണ്ട്, ഒരു ബോഡി ഇമേഴ്സ്ഡ് ആണ്, സർട്ടൻ ഇമേഴ്സ്ഡ് ആണ്. അപ്പൊ നമുക്ക് വി ഇമേഴ്സ്ഡ് എന്ന് പറയാം. ഓക്കെ, ടോട്ടൽ വോളിയം നമുക്ക് വി എന്ന് എടുക്കാം, വോളിയം ഓഫ് ദ ബോഡി, അല്ലെങ്കിൽ വി ബി എന്ന് എടുക്കാം. ഓക്കെ, ഡെൻസിറ്റി ഓഫ് ദ ബോഡി റോ ബി എന്നും ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് റോ ഡബ്ല്യു എന്നും എടുക്കാം. അങ്ങനെ എടുത്താൽ നിങ്ങൾ ഓർത്ത് വെക്കണം, ആർക്കിമിഡ്സ് പ്രിൻസിപ്പിൾ ബേസ് ചെയ്ത് നമ്മൾ പറയുന്ന ഒരു കണ്ടീഷനാണ്, ഡിറൈവ് ചെയ്തിരിക്കുന്ന ഒരു കണ്ടീഷനാണ്. ഫ്ലൂയിഡ്സിനെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വോളിയം ഓഫ് ദ ബോഡി ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ദ ബോഡി വിൽ ബി ഈക്വൽ ടു വോളിയം ഓഫ് ദ ബോഡി ഇമേഴ്സ്ഡ് ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ്. Volume of the body into density of the body will be equal to volume of the body immersed into density of the liquid. Okay, അപ്പൊ രണ്ട് കണ്ടീഷൻസ് എടുക്കണം, പി ന്റെ ക്യൂവിന്റെ എടുക്കണം. അത് നമുക്ക് പി ന്റെ എടുക്കാം അല്ലെ. വോളിയം ഓഫ് ദ ബോഡി നമുക്ക് വി എന്ന് എടുക്കാം. സോ ടോട്ടൽ വോളിയം വി എന്ന് എടുത്തു, രണ്ട് കേസിൽ. ഫൈൻ, അപ്പൊ വി എന്ന് എടുത്തു. ഡെൻസിറ്റി ഓഫ് ദ ബോഡി എന്താ അറിയത്തില്ല, കണ്ടുപിടിക്കാം. അപ്പൊ ഡെൻസിറ്റി ഓഫ് പി that is equal to volume immersed. ഫസ്റ്റ് കേസിൽ v/2 ആണ് immersed. ഓക്കെ, അടുത്ത കേസിൽ എത്രയാണ് ഡെൻസിറ്റി അറിയാം നമുക്ക്. ഡെൻസിറ്റി എത്ര? 3/4 L റോ ഡബ്ല്യു. പക്ഷെ പി എന്ന് പറയുന്നത് വെള്ളത്തിനകത്താ, ലിക്വിഡിനകത്തല്ല, വെള്ളത്തിനകത്താ. അപ്പൊ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് എന്ന് എടുത്താൽ മതി, റോ ഡബ്ല്യു എന്ന് എടുത്താൽ മതി. ഫസ്റ്റ് കണ്ടീഷൻ ഓക്കെ. അപ്പൊ ഇവിടെ നമ്മുടെ വി എല്ലാം ക്യാൻസൽ ആയി പോയി. അപ്പൊ നമുക്ക് റോ പി ഇസ് ഈക്വൽ റോ ഡബ്ല്യു ബൈ 2 എന്ന് കിട്ടി. ഓക്കെ അല്ലെ. ഇനി അടുത്തത് കണ്ടീഷൻ ക്യൂ എടുക്കാം. ക്യൂ എടുക്കുമ്പോൾ അവന്റെ വോളിയം നമുക്ക് വി ക്യൂ എന്ന് എടുക്കാം. വി ക്യൂ ഇൻറ്റു റോ Q is equal to 2/3 is immersed, but 2/3 VQ into rho. ലിക്വിഡിലാണ് ഇട്ടിട്ടുള്ളത്. ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് എത്രയാണ്? 3/4 ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്. 3/4 ഡെൻസിറ്റി ഓഫ് വാട്ടർ. സോ നമുക്ക് വി ക്യൂ ക്യാൻസൽ ആയി പോയി, റൈറ്റ്? ഇത് 3 ക്യാൻസൽ ആയി, ഇവിടെ 2 വന്നു ബാക്കി അല്ലേ? സംശയമില്ലല്ലോ. This is equation 2. ഈ equations 1/2 എടുക്കുമ്പോൾ, let's see what you're getting. Equations 1/2 you'll be getting rho p by rho q will be equal to. ഇവിടെ ഒരു 1/2 ഉണ്ട്, ഇവിടെയും ഒരു 1/2 ഉണ്ട്, രണ്ടും ക്യാൻസൽ ആയി പോയി. റോ ഡബ്ല്യു ക്യാൻസൽ ആയി പോയി. ഇനി ക്യാൻസൽ ആവാൻ ബാക്കിയൊന്നുമില്ല, which means this is equal to 1, or the ratio is 1:1. ഓക്കെ, അപ്പൊ ഐഡിയ എത്രയേ ഉള്ളൂ. ഈ ഒരു കണ്ടീഷൻ ഓർത്ത് വെക്കുക. വോളിയം ഓഫ് ദ ബോഡി ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ദ ബോഡി ഇസ് ഈക്വൽ ടു വോളിയം ഓഫ് ദ ബോഡി ഇമേഴ്സ്ഡ് ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ്. ചിലപ്പോൾ ഈ ക്വസ്റ്റിന് ചോദിക്കാൻ പോകുന്നത് വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ ബോഡി ഇസ് എബവ് ദ വാട്ടർ. അപ്പൊ ഇമേഴ്സ്ഡ് എത്രയാണെന്ന് കണ്ടുപിടിച്ച എബവ് കണ്ടുപിടിച്ചൂടെ? എങ്ങനെയാ? ടോട്ടൽ വി ആണെന്ന് വിചാരിച്ചു, ഇമേഴ്സ്ഡ് കിട്ടി, അപ്പൊ വി മൈനസ് ഇത് ചെയ്താൽ മതി ഇമേഴ്സ്ഡ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഔട്ട്സൈഡ് ഉള്ളത് കിട്ടും. ലോജിക് അല്ലേ? സോ അങ്ങനെയും ക്വസ്റ്റ്യൻ വരാം കേട്ടോ. വെരി ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആണത്, മറന്നു പോവാതെ ഓർത്തിരിക്കുക. വോളിയം ഓഫ് ദ ബോഡി ഡെൻസിറ്റി ഓഫ് ബോഡി is equal to volume of the body immersed into density of the liquid. Okay, so let's move on to the next one. A pipe of 1 meter length is closed at one end, taking the speed of sound in air as 320 meter per second. The air column in the pipe cannot resonate for the frequency. അപ്പൊ അത് എന്ത് പൈപ്പാണ് തന്നിട്ടുള്ളത്? ഒരു എൻഡ് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു പൈപ്പാണ് അല്ലെ. അപ്പൊ വേവ്സ് ഞാൻ എടുത്തപ്പോ I have taught you that conditions. ഒരു എൻഡ് ക്ലോസ്ഡ് ആയിട്ടുള്ള പൈപ്പ് ആണെങ്കിൽ അവിടെ വരാൻ പോകുന്ന ഫ്രീക്വൻസീസ് ഏതൊക്കെയാ? ഫണ്ടമെന്റൽ ഫ്രീക്വൻസി മുതൽ അങ്ങ് നോക്കാം. ഫസ്റ്റ് ഫ്രീക്വൻസി ഏതായിരിക്കും? വി ബൈ എന്താണ്? 4L അല്ലെ. അടുത്തത് എന്താ പറയാ? 3V/4L. അടുത്തത് 5V/4L. ഇങ്ങനെയൊക്കെ പോകും ഫ്രീക്വൻസീസ് അല്ലെ. അപ്പൊ നമ്മളോട് പഠിച്ചൊരു കാര്യം, ഒരു എൻഡ് ക്ലോസ്ഡ് ആണെങ്കിൽ അവിടെ ഏത് ഹാർമോണിക്സ് മാത്രമേ വരത്തുള്ളൂ? അവിടെ ഓഡ് ഹാർമോണിക്സ് മാത്രമേ വരത്തുള്ളൂ അല്ലെ. അപ്പൊ ഇതാണ് ഫണ്ടമെന്റൽ മോഡ്. ഫണ്ടമെന്റൽ മോഡ് നമുക്ക് നോക്കാം. വെലോസിറ്റി 320 എന്നറിയാം, ലെങ്ത് 1 ആണ്. അപ്പൊ 320 ഡിവൈഡഡ് ബൈ 4 എത്ര വരും? അത് 80, റൈറ്റ്? അപ്പൊ ഇത് 80. ഓക്കെ, അതവിടെ പ്രസന്റ് ആണ്. ഇനി 3V/4L എന്ന് പറയുമ്പോൾ 3 into V/4L 80 അല്ലേ നമ്മള്? 3 into 80 that will be 240 ആണല്ലോ. അപ്പൊ 80 കഴിഞ്ഞാൽ വരുന്നത് 240 ആണ്. സംശയം ഉണ്ടോ? അപ്പൊ ഓപ്ഷൻസ് നോക്കിയിട്ട് 80യുടെയും 240യുടെയും ഇടയിലുള്ള ഓപ്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി.
ഉണ്ടോ അവിടെ ഉണ്ട്, വിച്ച് ഇസ് ഓപ്ഷൻ ബി അല്ലെ. അപ്പൊ ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ, ബിക്കോസ് ദാറ്റ് വോണ്ട് കം. 80 കഴിഞ്ഞാൽ വരാനുള്ള പ്രോബബിലിറ്റി വരുന്നത് ഏതാണ്? 240 ഹെർട്സ് ആയിരിക്കും. 80 ഹെർട്സ് കഴിഞ്ഞാൽ 240 ഹെർട്സ് ആയിരിക്കും ആൻഡ് ഗോസ് ഓൺ ലൈക്ക് ദാറ്റ്. അപ്പൊ ഇത് ഓർത്ത് വെക്കുക, V/4L, 3V/4L, 5V/4L അങ്ങനെ അങ്ങ് പോകും. എന്നാൽ രണ്ടെൻഡും ഓപ്പൺ ആണെങ്കിൽ, ഒരു ഓപ്പൺ ട്യൂബ് ആണെങ്കിലോ ഓഡും ഈവൻ ഹാർമോണിക്സും പോസിബിൾ ആണ്. ഓഡ് ഹാർമോണിക്സ് മാത്രമല്ല, ഓഡ് ആൻഡ് ഈവൻ ഹാർമോണിക്സ് ആർ പോസിബിൾ ഓവർ there. Okay, again that is a direct and a simple question. I hope that is clear. Okay, ഇനി അടുത്ത ദിവസത്തിലേക്ക് പോകാം. And the next one, a wave pulse in a string is described by the equation y1 is equal to 5 by 3x minus 4t the whole square plus 2, and another wave pulse in the same string is described by y2 equal to minus 5 divided by 3x plus 4t minus 6 the whole square plus 2. The values of y1, y2 and x are in meters and t in seconds. Which of the following statement is correct? അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് ഏറ്റവും എളുപ്പമുള്ളതും മനസ്സിലാക്കാൻ എളുപ്പമുള്ളതുമായ ഓപ്ഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് എലിമിനേറ്റ് ഓപ്ഷൻസ് 1 by 1. അതാണ് ഏറ്റവും എളുപ്പമുള്ള കാര്യം. 1 by 1 ഓരോ ഓപ്ഷൻസ് വായിച്ചു നോക്കി, ഇവിടെ ഇച്ചിരി കോംപ്ലിക്കേഷൻസ് വരും. അപ്പൊ ഏറ്റവും എളുപ്പം എന്താണ്? ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ചെയ്തു നോക്കാൻ പറ്റുന്ന ഓപ്ഷനിൽ സ്റ്റാർട്ട് ചെയ്യാം. then eliminate options 1 by 1. സാധാരണ കേസിൽ ആ ഏറ്റവും എളുപ്പമുള്ള ഓപ്ഷൻസ് തന്നെ ആവാറുണ്ട് ആൻസർ. നമ്മുടെ കീമിനൊക്കെ നോർമലി അങ്ങനെ വരാറ്. ഓക്കെ, അപ്പൊ എളുപ്പത്തിൽ ആൻസർ ക്രാക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. റൈറ്റ്, അപ്പൊ നമുക്ക് എളുപ്പമുള്ള ഒരു ഓപ്ഷൻ എടുക്കാം. ലെറ്റ് മീ ടേക്ക് ഓപ്ഷൻ അതല്ലെങ്കിൽ ഇ എടുക്കാം, അല്ലെങ്കിൽ ഓപ്ഷൻ ഡി എടുക്കാം. ഏത് വേണമെങ്കിലും എടുത്ത് ചെയ്യാം. ഓക്കെ, ഐ ആം ഗോണ ടേക്ക് ഡി. സോ ഡിയില് at x equal to 1 meter y1 and y2 always cancel എന്നാ പറയുന്നത്. x is equal to 1 meter വരുമ്പോൾ, അപ്പൊ ഇവിടെ x is equal to 1 meter ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പൊ y1 എന്ന് പറയുമ്പോൾ that will be 5 divided by 3 minus 4t the whole square plus 2. y2 will be x ന് 1 കൊടുക്കുവാണ്, 5 actually minus 5 divided by 3x, അപ്പൊ 3 വന്നു. 3 minus 6 എന്ന് പറയുമ്പോൾ എന്ത് വരും? 3 minus 6 എന്ന് പറയുമ്പോൾ എത്ര വരും? -3 plus 4t the whole square plus 2. ഓക്കെ, അപ്പൊ ഈ എക്സ്പ്രഷൻ നോക്കിക്കേ, -3 plus 4t the whole square plus 2 അല്ലെ. അപ്പൊ ഇവിടെ നിന്ന് this becomes equal to, ഈ മൈനസ് ഇവിടെ നിന്ന് പുറത്തെടുക്കാം. ഹോൾ സ്ക്വയർ ആയതുകൊണ്ട് ഈ മൈനസ് ഇവിടെ നിന്ന് പുറത്തെടുത്താലും എന്ത് മാറില്ല? ആ റിസൾട്ട് മാറുമോ? ഇല്ല. ദിസ് വിൽ ബി അഗെയിൻ -5 divided by 3 minus 4t the whole square plus 2. എന്തുകൊണ്ടാണ് മാറാത്തെ? ഇവിടുന്ന് മൈനസ് ഞാൻ പുറത്തേക്ക് എടുക്കുമ്പോഴും മൈനസ് സ്ക്വയർ എന്ന് വരും. മൈനസിന്റെ മൈനസ് പ്ലസ് ആണ്. അപ്പൊ y2 ഇങ്ങനെ കിട്ടി. ഓക്കെ, അപ്പൊ y1 y2 നോക്കിക്കേ, 5 by 3 minus 4t the whole square plus 2. y2 -5 divided by 3 minus 4t the whole square plus 2 അല്ലെ. അപ്പൊ suppose we are adding both, y is equal to y1 plus y2 add ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? They will be 0, which means they will cancel out each other. Okay, അപ്പൊ ഞാൻ എടുത്ത ഓപ്ഷൻ എന്ന് കിട്ടി, ആൻഡ് എനിക്ക് അതാണ് ഓപ്ഷൻ എന്ന് അറിയായിരുന്നു ഒബിയസ്ലി. ബട്ട് പരീക്ഷയ്ക്ക് എപ്പോഴും ചെയ്യുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, ഞാൻ പറയുന്നത് പോലെ ഈസി ഓപ്ഷൻസിൽ നിന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ തുടങ്ങാം. എളുപ്പമുള്ള ഓപ്ഷൻ ചെയ്തു തുടങ്ങുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അല്ലാതെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലാത്ത ഓപ്ഷനിലേക്ക് വെറുതെ നോക്കിയിരുന്ന ഒരു പ്രയോജനമില്ല. അപ്പോൾ സ്റ്റാർട്ട് ഫ്രം ദ ഈസി ഓപ്ഷൻസ് ആൻഡ് ദെൻ എലിമിനേറ്റ് ഇറ്റ്. ഓക്കെ, സോ ഐ ഹോപ്പ് ദ കണ്ടീഷൻ ഇസ് ക്ലിയർ. റൈറ്റ്, പിന്നെ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. The maximum transverse velocity and maximum transverse acceleration of a harmonic wave in one-dimensional string are 1 meter per second and 1 meter per second square respectively. The phase velocity if the wave is 1 meter per second, the waveform is. അപ്പോൾ ഇവിടെ waveform കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ waveform കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ നമുക്ക് എഴുതാം. y is equal to, ഇവിടെ ആംപ്ലിറ്റ്യൂഡിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല, അത് എഴുതണ്ട. നമുക്ക് 1 എന്ന് എടുക്കാം. ഓപ്ഷൻസ് ഒന്നും കാണുന്നില്ലല്ലോ. sin kx minus omega t എടുക്കാം. ഓക്കെ, അപ്പൊ എടുക്കുമ്പോൾ k വേണം, ഒമേഗയുടെ വാല്യൂ നമുക്ക് വേണം. റൈറ്റ്, അപ്പൊ തന്നിട്ടുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഒന്ന്, മാക്സിമം വെലോസിറ്റി നമുക്കറിയാതെ a ഒമേഗയാണ് പർട്ടിക്കുലർ വെലോസിറ്റി. അതുപോലെ മാക്സിമം ആക്സിലറേഷൻ, അതെന്താണ്? മാക്സിമം ആക്സിലറേഷൻ മൈനസ് ഒമേഗ സ്ക്വയർ a, മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. അപ്പൊ മൈനസ് എടുത്തില്ല കേട്ടോ, ഞാൻ മാഗ്നിറ്റ്യൂഡ് വൈസ് പോവാം. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു
taking the ratio, you'll be getting A cancel I, omega ബാക്കി വന്നു. Omega is equal to A by V, or that is equal to 1. Okay. അപ്പോൾ ഒമേഗയുടെ വാല്യൂ 1 എന്ന് കിട്ടി. ഫൈൻ. ഒമേഗയുടെ വാല്യൂ 1 എന്ന് കിട്ടി. ഇനി K വേണം. Now K എന്ന് പറയുമ്പോൾ ഒരു കണ്ടീഷൻ നമുക്ക് അറിയാവുന്നത് 2π by lambda. Okay. മറ്റൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ K is also equal to ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്താ? 2π into f ഇവിടെ കൊടുത്തു. ഞാൻ കൊടുത്തു വിചാരിച്ചു. മുകളിൽ താഴെ f വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. 2π f ഒമേഗ അല്ലേ? Lambda into frequency എന്താ? mu lambda. That is our velocity v. So that is equal to phase velocity. അവർ 1 എന്ന് പറയുന്നുണ്ട്. ഈ phase velocity എന്ന് പറഞ്ഞാൽ നമ്മുടെ wave velocity തന്നെയാണ്. Nothing else. Phase velocity എന്ന് പറയാം, wave velocity എന്ന് പറയാം. അപ്പോൾ wave velocity v പറയാം. So that is equal to omega 1 ആണ്. 1 by 1, that is 1. Which means നമ്മുടെ corresponding condition will be sin k1 ആണ്. So x minus t, omega 1 ആണ്. So this will be the corresponding equation. അപ്പോൾ നമ്മൾ ഏതൊക്കെ ചെയ്തു? Particle velocity, particle acceleration യൂസ് ചെയ്ത് ഒമേഗ കണ്ടുപിടിച്ചു. K is equal to omega by v എന്ന കണ്ടീഷൻ യൂസ് ചെയ്ത് അതിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. Phase velocity എന്ന് പറഞ്ഞാലും wave velocity എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ് എന്നും ഓർത്തോളാം. Okay, and you are getting the final answer. Clear ആണല്ലോ? Okay, so let's move on next one. The temperature of an ideal gas is increased from 100 Kelvin to 400 Kelvin. If the RMS speed of the gas molecule is V at 100 Kelvin, then at 400 Kelvin it becomes. അപ്പോൾ നമുക്ക് RMS speed of gas ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കണ്ടീഷൻ ആണ്. കൈനറ്റിക് തിയറിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ ഗോ ബാക്ക് ആൻഡ് വാച്ച് കൈനറ്റിക് തിയറി. ഓക്കെ, അപ്പോൾ VRMS is proportional to root T ആണ്. ബാക്കിയുള്ള ഫാക്ടേഴ്സ് ഞാൻ അവിടെ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, ബിക്കോസ് നമുക്ക് T മാത്രം മതി. അവിടെ ടെമ്പറേച്ചർ മാറുന്നു, VRMS കറസ്പോണ്ടിങ് കണ്ടുപിടിക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലെ? അപ്പൊ V രണ്ട് ടെമ്പറേച്ചർ ആണ്, ഒന്ന് 100 കെൽവിൻ, മറ്റേത് 400 കെൽവിൻ. രണ്ട് സ്റ്റേറ്റ്സ് അല്ലേ? അപ്പൊ ഫസ്റ്റ് കേസിൽ 100 കെൽവിൻ എത്തുമ്പോൾ വെലോസിറ്റി V ആണ്. അപ്പൊ V by V ഡാഷ് എന്ന് വിളിക്കാം. That is equal to root of 100 by 400. മെത്തേഡ് ക്ലിയർ ആണല്ലോ? രണ്ട് കേസസ് എടുത്തു. ഫസ്റ്റ് കേസിൽ V proportional to root 100 എന്ന് വരും. സെക്കൻഡ് കേസിൽ V dash proportional to root 400 എന്ന് വരും. റേഷ്യോ എടുക്കുന്നു. അത്രേ ഉള്ളൂ. So that will be equal to 1 by 0 ഒക്കെ പോയില്ലേ? 1 by 2 എന്ന് വന്നു അല്ലേ? So V dash will be equal to 2V. So what is the RMS velocity at 400 Kelvin? It is 2V. Okay, direct and എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. One of the easiest questions in 2018. Okay, 2018. So shall we go to the next one? Okay, and the next one. The displacement of a wave is represented by y equal to 0.6 into 10 raised to minus 3 sine 500t minus 0.05x, where all the quantities are in their proper units. The maximum particle velocity of the medium is. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ അല്ലെ? 0.6 into 10 raised to minus 3 sine 500t minus 0.05x. എന്താ കണ്ടുപിടിക്കേണ്ടത് അവിടെ? അവിടെ കണ്ടുപിടിക്കേണ്ടത് മാക്സിമം പാർട്ടിക്കിൾ വെലോസിറ്റി അല്ലെ? മാക്സിമം പാർട്ടിക്കിൾ വെലോസിറ്റി V മാക്സിന്റെ ഇക്വേഷൻ എന്താ? A ഒമേഗ. ഓസിലേഷൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. A ഒമേഗ. A is amplitude, omega is the angular frequency. ഇത് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ് കമ്പയർ ചെയ്യാം. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ പറയുമ്പോൾ ഇത് ആംപ്ലിറ്റ്യൂഡ് A, ഇതെന്തായിരിക്കും? ഒമേഗ ടി, ഇത് kx ആണ് അല്ലെ? അപ്പൊ ഇവിടെ തന്നെ നമുക്ക് ടേംസ് എല്ലാം കിട്ടി. എയുടെ വാല്യൂ എത്രയാ? 0.6 into 10 raised to minus 3 അല്ലെ? ഇനി ഒമേഗ എത്രയാ? 500 into 500, right? So what is that answer? എന്ത് വരും? 0.6 into 5 30 വരും. 300 into 10 raised to minus 3, that will be 0.3 meter per second. Another easy question അല്ലെ? A prism is made up of a material of refractive index √2. The angle of the prism is A. If the angle of minimum deviation is equal to the angle of the prism, the value of A is. നമ്മുടെ refractive index of a prism തന്നിട്ടുണ്ടാവില്ല അല്ലെ? What is the refractive index of the prism given? √2. The prism എന്ന് പറയുമ്പോൾ I hope that you remember the condition for a prism. N is equal to sine of A plus D by 2
divided by sin A by 2. A എന്ന് വെച്ചാൽ ആംഗിൾ ഓഫ് ദ പ്രിസം ആണ്, B എന്ന് വെച്ചാൽ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ആണ്. അപ്പൊ ഇവിടെ എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അറിയാം, ആംഗിൾ ഓഫ് ദ പ്രിസവും ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷനും ഈക്വൽ ആണ് എന്നാണ് പറയുന്നത്. വാട്ട് ആർ വി സപ്പോസ് ടു ഫൈൻഡ് ഔട്ട്? A കണ്ടുപിടിക്കണം. അപ്പൊ വൺ ഓഫ് ദി അഗെയിൻ ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്, പ്രശ്നമൊന്നുമില്ല, എളുപ്പത്തിൽ ചെയ്യാം. നോക്കാം. n എന്താണ്? √2 which is equal to sin A plus A by 2 by sin A by 2. Fine. ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരുന്നു നോക്കാം. അപ്പൊ sin 2A by 2 അല്ലെ? അപ്പൊ sin A തന്നെയാണ് അത്. ഇത് sin A by 2. sin A 2A by 2 നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. This is equal to sin A divided by sin A by 2 എന്ന് പറയും. 2 sin A by 2 into cos A by 2 എന്ന് പറയും. Divided by sin A by 2. അപ്പൊ sin A by 2 cancel ആയി. You will be getting √2 by 2 which is equal to cos A by 2. √2 by √2 എന്ന് പറഞ്ഞാൽ എന്താ? 1 by √2 ആ. കോസിന്റെ വാല്യൂ എപ്പോഴാ 1 by √2 വരുന്നത്? It is at 45 degree. അപ്പൊ 45 degree is equal to A by 2 എന്നായി. Okay, അപ്പൊ cos inverse of 1 by √2 45 ആണ്. So which means A is equal to 45 into 2 and that is 90 degree. Okay, അപ്പൊ നമുക്ക് എന്താ ആൻസർ കിട്ടുന്നത്? Angle of the prism is equal to 90 degree when the refractive index is √2 and when angle of the prism is equal to the angle of minimum deviation. Okay, if the emission rate of a black body at 0 degrees Celsius is R, then the rate of emission at 273 degrees Celsius is, according to Stefan's law, നമുക്ക് ഇങ്ങനെ എഴുതാം. The rate of emission E is actually proportional to T raised to 4. Fourth power of the temperature ആണ് for a black body. Okay, ഇവിടെ രണ്ട് ടെമ്പറേച്ചേഴ്സ് ആണ് പറയുന്നത്. ഒന്ന് 0 ഡിഗ്രി സെൽഷ്യസ്, അതായത് 273 കെൽവിൻ. ഓക്കെ, മറ്റൊന്ന് എത്രയാണ്? 273 ഡിഗ്രി സെൽഷ്യസ്. അത് എത്രയാ? 273 പ്ലസ് 273. What is that? 273 plus 273 എത്ര വരും? 6 4 546. ഓക്കെ, അപ്പൊ 546 കെൽവിൻ. അപ്പൊ ഈ രണ്ട് ടെമ്പറേച്ചറുമാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പൊ ഫസ്റ്റ് കേസിൽ 0 ഡിഗ്രി സെൽഷ്യസില് എമിഷൻ റേറ്റ് എന്താണ്? R ആണ് എന്ന് അവർ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. E1 by E2 will be equal to T1 by T2 the whole raised to 4 അല്ലെ? E1 എന്ന് പറയുമ്പോൾ R ആണ് ഫസ്റ്റ് കേസില്, by E2 which is equal to T1 എത്രയാ? 273 divided by T2 എത്രയാ? 546 whole raised to 4 അല്ലെ? Cancel ചെയ്യാം. This will be 2 times 4 അല്ലെ? 1 by 2. So 1 by 2 the whole raised to 4 എന്ന് പറയുമ്പോൾ എത്ര വരും? 2 2s are 4, 4 2s are 8, 8 2s are 16. 1 by 16. Or from here you can write E2 is equal to 16 R എന്ന് വരും. E2 is equal to 16 R which is the final answer. Okay, അപ്പോൾ Stefan's law ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. E proportional to T raised to 4 for a black body. ഓക്കെ, അപ്പോ വേറെ ടേംസ് എല്ലാം ഒന്നുമില്ല അവിടെ. നമുക്ക് T raised to 4 എന്ന് ഡയറക്ട്ലി നമുക്ക് അവിടെ യൂസ് ചെയ്ത് ആൻസറിലേക്ക് നമുക്ക് എത്താം. ഓക്കെ, so let's move on to the next one. In the given circuit P and Q form the inputs. The output Y is. Okay, so we have the question on the board. അപ്പൊ ഇവിടെ നമുക്ക് കുറച്ച് ഗേറ്റ്സ് തന്നിട്ടുണ്ട്. ഔട്ട്പുട്ട് Y കണ്ടുപിടിക്കണം അല്ലെ? അപ്പൊ നമുക്ക് ബൂളിയൻ ആൾജിബ്രയും ഡി മോർഗൻസ് ലോയും എല്ലാം യൂസ് ചെയ്തും ചെയ്തു നോക്കാം. ഇതൊരു നോട്ട് ഗേറ്റ് ആണ്. അപ്പൊ P ആണ് ഇവിടെ വരുന്നത്. പുറത്തേക്ക് വരുമ്പോൾ എന്താവും? P കോംപ്ലിമെന്റ് ഓർ P ബാർ. അപ്പൊ Q ഇവിടെ വരുന്നു, റൈറ്റ്? ഇവിടെ Q വരുന്നു, ഇവിടെ നിന്ന് ഇവിടെ P വരുന്നു. ഇതൊരു എന്ത് ഗേറ്റ് ആണ്? അവർ രണ്ടുപേരും ഓർ ഗേറ്റ്സ് ആണ്. ഓർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ A പ്ലസ് B ആണ് ഔട്ട്പുട്ട് വരുന്നത്. അപ്പൊ ഇവന്റെ ഔട്ട്പുട്ട് എന്ത് വരും? P ബാർ പ്ലസ് Q എന്ന് വരും. ഇവന്റെ ഔട്ട്പുട്ടോ P പ്ലസ് Q എന്ന് വരും. ഓക്കെ, അപ്പൊ അത് രണ്ടും കൊടുക്കുന്നത് എന്ത് ഗേറ്റിലേക്കാ? നാൻ ഗേറ്റിലേക്കാണ് കൊടുക്കുന്നത്. നാൻ ഗേറ്റിലേക്ക് കൊടുക്കുമ്പോ Y എന്ത് വരും നമുക്ക്? Y is equal to P plus Q into P bar plus Q. ഇത് AND ഗേറ്റ് ഔട്ട്പുട്ട്. നാൻ ഗേറ്റ് ആവുമ്പോ ഒരു ഹോൾ ബാർ കൂടി. ഓക്കെ, or this is equal to ഡി മോർഗൻസ് ലോ യൂസ് ചെയ്യാം. A dot B bar എന്താ അത്? A bar plus B bar. അതുപോലെ A plus B the whole bar എന്താ? A bar into B bar. അപ്ലൈ ചെയ്ത് നോക്കാം നമുക്ക്. ഇത് A ആയിട്ടും ഇത് B ആയിട്ടും വിചാരിക്കാം. അപ്പൊ എന്ത് വരും? P plus Q
the bar plus p bar plus q bar. Okay. ഇനി a plus b bar എങ്ങനെ ചെയ്യണ്ടേ? a bar into b bar അത് അപ്ലൈ ചെയ്യാം. അപ്പോ p bar into q bar plus p bar bar already into q bar. Okay, all this is equal to p bar into q bar plus double വന്നൂടെ. അപ്പൊ not വന്നു. അപ്പൊ p ആയി q bar. ഇനി നമുക്ക് അവിടെ നിന്ന് q പുറത്തേക്ക് എടുക്കാം. q bar into p bar plus p. അപ്പൊ ബേസിക്കലി ഡിമോർഗൻസ് ലോ യൂസ് ചെയ്ത് നമ്മൾ ഇവിടെ വരെ എത്തി. ഇനി ഞാൻ ആ സെമി കണ്ടക്ടേഴ്സ് വീഡിയോസിന്റെ ലാസ്റ്റ് തന്നിട്ടുള്ള കുറച്ച് ലോസ് ഉണ്ട്. അതിലൊരു ലോ ആണ് p bar plus p. p bar plus p എന്ന് വെച്ചാൽ 1 ആണ്. അത് അപ്ലൈ ചെയ്യുന്നു. ഫൈനൽ ആൻസർ വിൽ ബി q bar. അപ്പൊ ഇതിന്റെ മെത്തഡോളജി ഒന്ന് മനസ്സിലാക്കി പഠിച്ചു വെക്കുക. ബിക്കോസ് വി കനോട്ട് നമുക്ക് ഒരിക്കലും വരില്ല എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാനൊന്നും പറ്റത്തില്ല. ഇനിയും ഇത് വന്നു കഴിഞ്ഞാൽ, ഇനി ഇതുപോലത്തെ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ we should be prepared. Okay, so I hope this is clear. So shall we move on to the next question? A particle of charge q moves with a velocity v equal to a I cap in a magnetic field b equal to b j cap plus c k cap, where a, b and c are constants. The magnitude of the force experienced by the particle is. അപ്പൊ ഈ ക്വസ്റ്റ്യനില് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ആണ് ചോദിക്കുന്നത് അല്ലെ. അപ്പൊ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം F is equal to Q into V cross V ആണ് അല്ലെ. നമ്മൾ പഠിക്കുന്നത് ഫോഴ്സ് എക്സ്പീരിയൻസ് ബൈ എ ചാർജ് പാർട്ടിക്കിൾ മൂവിംഗ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടെ ഓരോ ടേംസ് എന്തൊക്കെയാണ് തന്നിട്ടുണ്ട്, ഇവിടെ ഡയറക്ട്ലി അപ്ലൈ ചെയ്യാം. അപ്പൊ Q ക്യാപിറ്റൽ Q ആണ്, V എന്ന് പറയുമ്പോൾ A I cap ആണ്. ഓക്കെ, ക്രോസ് പ്രൊഡക്റ്റ് ആണ് B J cap plus C K cap. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ക്രോസ് പ്രൊഡക്റ്റ് എടുക്കാം. So that will be Q into I cap cross J cap. അപ്പൊ ഈ ഇത് ഓർത്തിരിക്കുക, സൈക്കിൾ I J K, I cap cross J cap എന്ന് പറഞ്ഞാൽ K cap ആയിരിക്കും. അപ്പൊ A B K cap. ഓക്കെ, ഇനി A I cap cross C K cap, I cross K. I cross K എന്ന് വെച്ചാൽ എന്താ, മൈനസ് വരും. ഓർത്ത് വെക്കാം കേട്ടോ. I cross J K, J cross K I, K cross I J. ഇനി തിരിച്ചാണെങ്കിലോ I cross K minus J, K cross J minus I. അങ്ങനെ പോകും സൈക്കിൾ. I hope you know that ക്രോസ് പ്രൊഡക്റ്റ് ഒക്കെ. അപ്പോൾ A I cap cross C K cap എന്ന് പറയുമ്പോൾ I cross K വരും, which means minus A C J cap. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് കിട്ടിയത്. പക്ഷെ നമുക്ക് വേണ്ടത് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്. അപ്പൊ ഇതൊരു വെക്ടർ ആണ്. അപ്പൊ മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ F is equal to Q കോൺസ്റ്റന്റ് ആണല്ലോ, the root of AB square plus AC square അല്ലെ. റൂട്ട് ഓഫ് AB square plus A square plus B square plus 2AB cos theta ആണ് റിസൾട്ടന്റ് വെക്ടറിന്റെ. പക്ഷെ ഇവിടെ I cap J capും K capും ആണ്. ആംഗിൾ 90 ഡിഗ്രി. അതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റിയത്. കോസ് കമ്പോണന്റ് ഒന്നും നമുക്ക് ആവശ്യമില്ല ഇവിടെ. അപ്പൊ Q into root of AB whole square plus AC the whole square. All this is equal to Q into, നമുക്ക് A square പുറത്തേക്ക് എടുക്കാം, A പുറത്തേക്ക് വന്നു, the root of B square plus C square. So answer is what? QA into root of B square plus C square is the final answer. Okay, so direct formula വെച്ച് നമുക്ക് ആൻസറിലേക്ക് എത്താം. ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ തെറ്റിച്ച് കളയാതിരിക്കാൻ ശ്രമിക്കണം. Okay, right, so let's move on to the next one. A parallel beam of light of wavelength 4000 angstrom passes through a slit of width 5 into 10 raised to minus 3 meter. The angular spread of the central maxima in the diffraction pattern is. Okay, so this is a question from the chapter wave optics. Now wave optics il endha choyikkunne angular spread of the maxima alle, angular spread aanu ചോദിക്കുന്നേ അല്ലേ. അപ്പൊ angular spread of the maxima എന്ന് പറയുമ്പോൾ central maxima എന്ന് പറയുന്നത് നമ്മുടെ അവന്റെ width തന്നെയാണ്. central maxima യുടെ width, nothing else. central maxima യുടെ width എങ്ങനെയാണ് തരുന്നത്? 2 theta equal to, ഇതാണ് നമ്മുടെ width എന്ന് പറയുന്നത് കേട്ടോ. central maxima യുടെ 2 lambda by d ആണ്. ഓക്കെ, അപ്പൊ ടേംസ് എല്ലാം തന്നിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 2 into lambda എത്രയാ, 4000 in angstrom 10 raised to minus 10 by 5 into 10 raised to minus 3. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 10 raised to minus 7, 1 2 3, 10 raised to minus 4. So ബാക്കി 8 by 5, that will be 1 എത്ര വരും, 1.6 into 10 raised to minus 4. Okay, so നമ്മുടെ ആൻസർ എത്രയാണ്, 1.6 into 10 raised to minus 4 is our answer. Okay, clear ആണല്ലോ, സംശയമൊന്നുമില്ലല്ലോ. Okay, so moving on to the next one.
two soap bubbles of radii 3 millimeter and 4 millimeter confined in vacuum combine isothermally to form a new bubble. The radius of the bubble formed in millimeters. ഈ ക്വസ്റ്റ്യനിൽ രണ്ട് ബബിൾസ് കമ്പൈൻ ചെയ്യുമോ അല്ലെ? അപ്പൊ രണ്ട് ബബിൾസ് കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയോ? ഫസ്റ്റ് ബബിളിന്റെ സർഫസ് ഏരിയ പ്ലസ് ദ സെക്കൻഡ് ബബിളിന്റെ സർഫസ് ഏരിയ will be equal to the surface area of the new bubble. Okay? അപ്പൊ ഇത് ബേസ് ചെയ്ത് ഒരു കണ്ടീഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. And that is the radius of the new bubble square is equal to R1 square plus R2 square. അപ്പൊ ബബിളിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ 4πr² എടുക്കുമ്പോൾ അത് ഒരു സർഫസേ ആയിട്ടുള്ളൂ. ബബിളിന് രണ്ട് ഫ്രീ സർഫസ് ഉണ്ട്, ഉള്ളിലും ഫ്രീ ആണ്. അപ്പൊ 8πr² എന്ന കണ്ടീഷൻ വേണം എടുക്കാൻ. എന്തായാലും അത് ക്യാൻസൽ ആയി പോകും, സോ നോ ഇഷ്യൂസ്. അപ്പൊ r² is equal to R1 square plus R2 square, or that will be equal to 3 4 1 അല്ലേ? 3 square plus 4 square, that will be 25, or R will be corresponding to 5 millimeter. Okay, so what is the value for R? R is equal to 5 millimeter will be the corresponding answer. Okay, clear? So I hope in the second part la parana questions is clear for you. First part ningale korchum kodi easy questions aayirunnu. Third part korchum kodi difficult questions aayirikkan deal cheyan povunnathu. Okay, so until we meet with the next video, practice all these questions. Thank you.